തെരഞ്ഞെടുപ്പ് കാലത്തെ പണമൊഴുക്ക് തടയുന്നതിന് കേരള തമിഴ്നാട് അതിർത്തികൾ CRPF സുരക്ഷയിൽ സംയുക്ത പരിശോധന നടക്കുകയാണ്. കേരള തമിഴ്നാട് അതിർത്തിയായ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലാണ് പരിശോധന കർശനമാക്കിയത്. പോലീസ്, വനം വകുപ്പ്, തെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ സ്ക്വാഡ്, സ്റ്റാറ്റിക് സർവൈലൻസ് ടീം എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന. സൂരജ് സജി തൃശൂരിൽ ചേരുന്നു. സൂരജ്, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള സുതാര്യമായ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് മുന്നോടിയുള്ള നടപടി എന്തൊക്കെയാണ് വിവരങ്ങൾ? സുഹൈൽ, ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കർശന പരിശോധനയിലേക്ക് പോയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം കേരളത്തിലേക്ക് പണമൊഴുക്കിന് ഏറെ സാധ്യതയുള്ള ഒരു മേഖല എന്ന് പറയുന്നത് ഈ മലക്കപ്പാറ വഴിയുള്ള അതിർത്തി പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ പരിശോധനയിലേക്ക് പോവുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പൊള്ളാച്ചി വഴി കേരള അതിർത്തിയിലേക്ക് എത്താൻ കഴിയുന്ന എളുപ്പമാർഗമാണ്. അത് പണം മാത്രമല്ല, ലഹരി വസ്തുക്കളും ആയുധവും അടക്കം കൈമാറ്റം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസിനും അതുപോലെ തന്നെ ഇന്റലിജൻസ് വിഭാഗത്തിനും എല്ലാം ലഭിച്ചിരിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് CRPFന്റെ സുരക്ഷയിൽ ഇത്തരത്തിലൊരു പരിശോധനയിലേക്ക് പോവുക എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അത് വനം വകുപ്പിന്റെ മാത്രം അല്ലെങ്കിൽ പോലീസിന്റെ മാത്രം സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആ പരിശോധനയിലേക്ക് പോയാൽ അത് ഫലപ്രാപ്തിയിലേക്ക് എത്തിയേക്കില്ല എന്നതുകൊണ്ടാണ് CRPF സുരക്ഷ കൂടി ലഭ്യമാക്കിയുള്ള ഒരു പരിശോധനയിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വനം വകുപ്പ്, അതോടൊപ്പം തന്നെ പോലീസ്, തെരഞ്ഞെടുപ്പിന്റെ സ്പെഷ്യൽ സ്ക്വാഡ്, സ്റ്റാറ്റിക് സർവൈലൻസ് ടീം, അതോടൊപ്പം തന്നെ ഇവർക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി CRPF സംഘം എന്നിങ്ങനെയുള്ളവർ നിലയുറപ്പിച്ചുകൊണ്ടുള്ള ഒരു സംയുക്ത ഓപ്പറേഷനാണ് ഇപ്പോൾ ഈ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇത്തരത്തിൽ ഈ സംയുക്ത ഓപ്പറേഷൻ അല്ലെങ്കിൽ സംയുക്ത പരിശോധന തുടരാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വരും. പ്രത്യേകിച്ച് പൊള്ളാച്ചിയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ അതിരപ്പള്ളിയിൽ നിന്ന് മലക്കപ്പാറയിലൂടെ പൊള്ളാച്ചിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ, ഈ രണ്ട് വശത്തു നിന്ന് വരുന്ന വാഹനങ്ങളും കർശനമായി പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പണക്കടത്തിനോ അല്ലെങ്കിൽ ഈ ലഹരി വസ്തുക്കൾ കടത്താനുള്ള ശ്രമമുണ്ടോ എന്നത് സംബന്ധിച്ചെല്ലാം ശക്തമായ പരിശോധന ഈ മേഖലയിൽ നടത്തുന്നുമുണ്ട്. സുഹൈൽ, ശരി, പണക്കൊഴുപ്പിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ അട്ടിമറിക്കപ്പെടാതിരിക്കാൻ സുതാര്യമായ തെരഞ്ഞെടുപ്പിന് അതിന്റെ നടപടിക്രമങ്ങൾ അതാത് ഉദ്യോഗസ്ഥർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.